ഹായ്, നമസ്തേ. നമ്മൾ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അതായത് മഹാപുണ്യദിനങ്ങളിലൂടെയുള്ള യാത്ര. ഹൈന്ദവ വിശ്വാസപ്രകാരം കലകളുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി. 9 രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിനർത്ഥം. നവരാത്രിയുടെ അവസാന 3 ദിവസങ്ങളാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. ഇവ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പ്രധാനമായും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് ആഘോഷിക്കുന്നത്. സ്ത്രീശക്തി, മഹാശക്തി, മാതൃത്വം, യുവതി, ബാലിക, ഊർവരത, ഐശ്വര്യം, വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ പ്രപഞ്ചനാഥയായ ആദിശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിലും നവരാത്രി വിശേഷിക്കപ്പെടാറുണ്ട്. ദുർഗാപൂജ, ദസറ എന്നീ പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നു. കേരളത്തിൽ മഹാസരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം വരുന്നു. ഇത് നമ്മുടെ ഇടയിൽ വിദ്യാരംഭം എന്ന പേരിൽ അറിയപ്പെടുന്നു. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം നിറയ്ക്കുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം. പൊതുവെ പറഞ്ഞാൽ ജഗദീശ്വരിയായ ആദിപരാശക്തിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന 9 ദിവസങ്ങളാണ് നവരാത്രി. പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് ഇതിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട് എന്നു മാത്രം. കേരളത്തിൽ സരസ്വതി പൂജ അഥവാ വിദ്യാരംഭം, തമിഴ്നാട്ടിൽ കൊലുവയ്പ്, കർണാടകയിൽ ദസറ, കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥോത്സവം, ഉത്തരഭാരതത്തിൽ രാമലീല, ബംഗാളിൽ ദുർഗാപൂജ, അസാമിൽ കുമാരി പൂജ, സപ്തമാതൃപൂജ, ശ്രീവിദ്യ ഉപാസകർക്ക് ശ്രീചക്ര പൂജ എന്നിങ്ങനെ നീളുന്നു ആഘോഷങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയൊട്ടുക്കുമുള്ള ആഘോഷം തന്നെ. വ്രതങ്ങളുടെ റാണി എന്നാണ് നവരാത്രി വ്രതം അറിയപ്പെടുന്നത്. നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവും ഫലം എന്ന് വിശ്വാസം. ശാക്തേയ വിശ്വാസപ്രകാരം 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു. അതിന്റെ ഭാഗമായി ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ മഹാകാളിയായും, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായും, അവസാനത്തെ 3 ദിവസം മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. ഇത് തന്നെ ആദ്യ ദിവസം പാർവതി ദേവിയായും, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയായും, അവസാന 3 ദിവസം സരസ്വതി ദേവിയായും ആരാധിക്കുന്നു. നവരാത്രിയിൽ നവദുർഗാ സങ്കല്പത്തിലാണ് ആരാധന നടക്കുന്നത്. അതിൽ ആദ്യ ദിവസം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത്. ഹിമവാന്റെ മകളാണ് പാർവതി. സംസ്കൃതത്തിൽ ശൈൽ എന്നാൽ പർവ്വതം എന്നർത്ഥം. അതിനാൽ പാർവതി ദേവിക്ക് ശൈലപുത്രി എന്ന പേർ വന്നു. ദേവിയുടെ വാഹനം കാളയാണ്. ദേവിയുടെ ഒരു കൈയിൽ താമരയും മറ്റൊരു കൈയിൽ ശൂലവുമാണ് ഉള്ളത്. നവരാത്രിയുടെ 2ാം ദിവസം ദുർഗാദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു. ഇടതുകൈയിൽ കമണ്ഡലവും വലതുകൈയിൽ അക്ഷരമാലയുമേന്തി ശുഭ്രവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയാകാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ്സു ചെയ്തതിനാൽ ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. 3ാം ദിവസം ആരാധിക്കുന്നത് പാർവതിയുടെ ചന്ദ്രഘണ്ഠാഭാവമാണ്. നെറ്റിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ഈ നാമത്തിൽ അറിയപ്പെടുന്നു. ഇവിടെ സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുഷ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം തുടങ്ങി ആയുധങ്ങളുമുണ്ട്. 4ാം ദിവസം പാർവതിയുടെ കുഷ്മാണ്ഡ ഭാവമാണ് ആരാധിക്കുന്നത്. സൂര്യദേവന്റെ ലോകത്തിൽ ജീവിക്കുന്നവളാണ് കുഷ്മാണ്ഡ ദേവി. ഈ ഭാവത്തിന് അഷ്ടഭുജങ്ങളാണ്, അതായത് 8 കൈകൾ. 7 കൈകളിൽ യഥാക്രമം കമണ്ഡലു, വില്ല്, അസ്ത്രം, കമലം, അമൃതകുംഭം, ചക്രം, ഗദ ഇവ ധരിച്ചിട്ടുണ്ട്. അഷ്ടസിദ്ധികളും നവസിദ്ധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് 8ാമത്തെ കരത്തിൽ ധരിച്ചിട്ടുള്ളത്. സിംഹമാണ് ദേവിയുടെ വാഹനം. 5ാം ദിവസമായ പഞ്ചമിയിൽ ദേവിയെ സ്കന്ദമാതാ ഭാവത്തിലാണ് പൂജിക്കുന്നത്. കുമാരൻ കാർത്തികേയന്റെ മാതാവായതിനാൽ
സ്കന്ദമാത എന്നറിയപ്പെടുന്നു. സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ഇവിടെ ദേവിക്കുള്ളത്. 4 കൈകളാണ് ഈ ഭാവത്തിൽ ദേവിക്ക്. വലതു കൈകളിൽ ഒന്നിൽ 6 ശിരസോട് കൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ്. ഇടതു കൈയിൽ ഒന്നിൽ വരമുദ്രയും മറ്റേതിൽ താമരപ്പൂവും. ഇവിടെയും വാഹനം സിംഹമാണ്. 6ാമത്തെ രൂപം കാർത്യായനി. 6ാം നാൾ കാർത്യായനി രൂപത്തിൽ ആരാധിക്കുന്നു. ഇവിടെയും വാഹനം സിംഹമാണ്. 4 കൈകളുള്ള ദേവി ഖഡ്ഗവും പത്മവും കൈകളിലേന്തിയിരിക്കുന്നു. കഥൻ എന്ന മഹാമുനിയുടെ പുത്രനായിരുന്നു കാത്യൻ. പുത്രിമാർ ഇല്ലാതിരുന്ന അദ്ദേഹം ദുർഗാദേവിയെ പുത്രിയായി ലഭിക്കുന്നതിനും മഹാതപം അനുഷ്ഠിച്ചു. കാത്യന്റെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ദേവി കാത്യന്റെ പുത്രിയായി ജനിക്കുമെന്ന അനുഗ്രഹം നൽകി. കാത്യന്റെ പുത്രിയായതിനാൽ ദേവിക്ക് കാർത്യായനി എന്ന നാമം ലഭിച്ചുവെന്നാണ് ഐതിഹ്യം. കാലരാത്രി എന്ന ദേവി അവതാരത്തെയാണ് നവരാത്രിയുടെ 7ാം നാൾ ആരാധിക്കുന്നത്. കാലരാത്രി എന്ന രൂപം പൂണ്ടാണ് ദുർഗാദേവി രക്തബീജൻ എന്ന രാക്ഷസനെ വധിക്കുന്നത്. കറുപ്പു നിറത്തോടു കൂടിയ കാലരാത്രി മാതാദേവി ദുർഗയുടെ രൗദ്ര രൂപമാണ്. 4 കൈകളോടു കൂടിയ ദേവിയുടെ വാഹനം കഴുതയാണ്. നവദുർഗാ ഭാവങ്ങളിൽ 8ാമത്തേതാണ് മഹാഗൗരി. 8ാം ദിവസമായ അഷ്ടമിക്ക് ദുർഗയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നു. തൂവെള്ള നിറത്തിലാണ് മഹാഗൗരി. ശിവപ്രാപ്തിക്കായി തപസ്സു ചെയ്ത ദേവിയുടെ ശരീരം മുഴുവനും പൊടിപടലങ്ങളും മണ്ണും കൊണ്ട് ഇരുണ്ട നിറമായി. തപസ് പൂർണ്ണമായപ്പോൾ ഗംഗാജലം ഉപയോഗിച്ച് അത് നീക്കം ചെയ്തപ്പോൾ ദേവി ശരീരം വെളുത്ത് പ്രകാശം പൊഴിക്കുന്നത് പോലെ ആയെന്നും അന്നു മുതൽ ദേവി മഹാഗൗരി എന്ന നാമത്തിൽ അറിയപ്പെട്ടുവെന്നും കഥകളുണ്ട്. ഇവിടെ ദേവിയുടെ വാഹനം കാളയാണ്. 4 കരങ്ങളുള്ള ദേവിയുടെ കൈകളിൽ ശൂലവും ഡമരുവുമുണ്ട്. അവസാന ദിവസം 9ാമത്തെ ദിവസം സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു. ഇവിടെ ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു. താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് 4 കരങ്ങളാണുള്ളത്. ചക്രം, ഗദ, താമര തുടങ്ങിയവ ഏന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ്. നമ്മുടെ കേരളത്തിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം കൂടുതലുള്ളത്. നാം ഓരോരുത്തരും നവരാത്രി വ്രതം എടുക്കുന്നതിലൂടെ ആദിപരാശക്തിയുടെ സംരക്ഷണ കവചത്തിലായി മാറുമെന്നാണ് വിശ്വാസം. ദേവിയുടെ സംരക്ഷണ കവചത്തിൽ എത്തിപ്പെടുന്നതോടെ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. നമ്മുടെ ഏത് കാര്യവും പൂർണ്ണ വിശ്വാസത്തോടെ ദേവിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ആരാധന നടത്തുക. ദേവി ത്രിപുരസുന്ദരി അഥവാ ആദിപരാശക്തിക്ക് പല പല ഭാവങ്ങളുണ്ട്. നവരാത്രി വ്രതത്തോടനുബന്ധിച്ച് മുകളിൽ പറഞ്ഞ രൂപത്തോടൊപ്പം ഏറ്റവും ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളി രൂപം അതിൽ മറ്റൊന്നാണ്. എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്ന, ദുരിതങ്ങളെ അകറ്റുന്ന സൗമ്യരൂപമായ ദുർഗാ ഭഗവതിയായും ശിവന്റെ പത്നിയായ പാർവതിയായും ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയായ മഹാലക്ഷ്മി ദേവിയായും ഒക്കെ ദേവിയെ ആരാധിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ ദേവിയെ പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കുന്നത് ഒക്ടോബർ 3-ാം തീയതി മുതലാണ്. ലോകത്ത് നാശം വിതച്ചിരുന്ന മഹിഷാസുരനെ വധിച്ചതിനെ, അതായത് ദേവിയുടെ യുദ്ധവിജയത്തിന്റെ ആഘോഷമായിട്ടാണ് വിജയദശമി ആഘോഷിക്കുന്നത്. നാം നമ്മുടെ കുട്ടിക്കാലത്ത് നാവിൽ ആദ്യാക്ഷരം ഓം ഹരിശ്രീ ഗണപതയെ നമ എന്ന് കുറിച്ച പോലെ 1000 കുരുന്നുകൾ ഈ വർഷവും ശരിയായ ഗുരുക്കന്മാരിൽ നിന്നും ആദ്യാക്ഷരം കുറിക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും സർവ്വ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന ആഗ്രഹത്തോടെ നിർത്തുന്നു. നന്ദി.